ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ തക്കാളി റോസ്റ്റാണ്. അതും തട്ടുകട സ്റ്റൈലിലാണ് നമ്മളിന്ന് തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇടുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക. അതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ആഡ് ചെയ്യുക. സവോളയും തക്കാളിയും പച്ചമുളകും റൗണ്ട് ഷേപ്പിൽ വേണം അരിഞ്ഞെടുക്കാൻ. എല്ലാം തക്കാളിയും റൗണ്ടിൽ അരിയണമെന്നില്ല, കുറച്ച് തക്കാളി റൗണ്ടിൽ അരിഞ്ഞിരിക്കണം. സവാള ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മസാലകൾ തട്ടുക. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാലയാണ്. നിങ്ങൾക്ക് ചിക്കൻ മസാല ഉപയോഗിക്കാവുന്നതാണ്. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അടപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളി വെന്തുടയുന്നതാണ് ഇതിൻ്റെ പാകം. കുറച്ച് തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തക്കാളി ഇതിലേക്കിടുക. ആ തക്കാളി ഇട്ട് ഒന്ന് അടച്ചു വെക്കുക. കാരണം അതും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ഗ്രേവി പോലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റോസ്റ്റ് ആകുന്നത് വരെ ഒന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. തക്കാളി റോസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക. ഈ തക്കാളി റോസ്റ്റ് ചപ്പാത്തിക്കും, ചോറിനും, പൊറോട്ടയ്ക്കും, ദോശയ്ക്കും, അപ്പത്തിനും ഒക്കെ അനുയോജ്യമാണ്.